അങ്ങനെ ഇവിടെ ഒരാൾ എഗ്ഗും ചീസും സ്ട്രോബെറിയും പയറും കൂടി ഇരിപ്പുണ്ട്. പയറൊക്കെ തിന്നുവാണ്. പയർ ഇച്ചിരിയേ തിന്നുള്ളൂ. തന്നെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഡാഡായും ഉണ്ട്. ഡാഡ മുടി ഫ്രണ്ടിലോട്ടിട്ട് കുക്കിയെ പേടിപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. കുക്കി ഹായ്, ആരടാ? കുക്കിയുടെ ക്യൂട്ടി ഡാഡയാ അല്ലേ കുക്കി? ക്യൂട്ടി ഡാഡ, ക്യൂട്ടി മം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കഥ ഇവരോട് പറഞ്ഞില്ല ഞാൻ. ആരേലും എന്തെങ്കിലുമൊക്കെ ഗോസിപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ടിരിക്കും. ഗോസിപ്പ് വേണമെന്നും പറഞ്ഞോണ്ടിരിക്കും. അതെ, ഗോസിപ്പ്. പുതിയ വിശേഷം ഉണ്ടോ? പുതിയ വിശേഷം എന്തുകൊണ്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡിജോ എടുത്ത് ചോദിക്കും. ഇവിടെ ഞാൻ പത്രത്തിലല്ല വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് ഏതെങ്കിലും ന്യൂസ് ജേർണലിസ്റ്റിനെ വേണമായിരുന്നു. എന്നെങ്കിൽ ഒരുപാട് വാർത്തകൾ കിട്ടിയത്. അതെ, ഞാനൊരു പാവൻ ഡിസൈനർ, ഗ്രാഫിക് ഡിസൈൻ. ഡിജോ ദുബായിലായിരുന്നപ്പോൾ വരുന്നതിന് മുന്നേ ഞാൻ കുക്കിയെ നോക്കുമ്പോഴത്തേക്കും ഡിജോ പറയും, ഞാൻ പറയും, അയ്യോ എനിക്ക് തളർന്നേ, കുക്കിയെ നോക്കി തളർന്നേ. അപ്പം കൂടുതലും ഒരു 23 മണിക്കൂർ ഞാനായിരിക്കും നോക്കും. ഇടയ്ക്ക് പിന്നെ ഇവൾ ആരുടെടുത്തും പോത്തുമില്ല, പിന്നെ കരച്ചിലൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഡിജോ എടുത്ത് പറഞ്ഞപ്പോൾ ഡിജോ പറഞ്ഞു, ഞാൻ നോക്കും, ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കും, എൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ വീഡിയോ എടുക്കും, ഞാൻ കൊച്ചിനെ എടുക്കും, ഞാൻ കൊച്ചിന് തിന്നാൻ കൊടുക്കും, എല്ലാം ഞാൻ ചെയ്യും. ഇതിൽ ഫുഡ് ഉണ്ടാക്കുന്ന ബാക്കിയൊക്കെ ഞാൻ ചെയ്യും. കാരണം ഫുഡ് മമ്മ ഉണ്ടാക്കി വയ്ക്കും. മമ്മ അല്ല, മമ്മി. ഡിജോയുടെ മമ്മി ഉണ്ടാക്കി വയ്ക്കും. എന്നെ അടുക്കളയ്ക്ക് എത്തത്തില്ല. ഫുഡെല്ലാം എടുത്തോണ്ട് വന്ന് കുക്കിനെ നോക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ കിടക്കും. അപ്പം ഞാനൊന്നും ചെയ്യുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം? ഞാൻ നോക്കാത്ത സമയങ്ങളിൽ സെൻസി നോക്കും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നും തൊട്ട് അവളെ എടുക്കുന്ന പ്രശ്നമില്ല. അവളെ എടുക്കുന്ന പ്രശ്നമില്ല. മമ്മ എന്ന് വിളിക്കുമ്പോൾ എന്തേലും പറയാനുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പം മമ്മ എന്ന് വിളിക്കുമ്പോൾ മമ്മ ഫുൾ ടൈം വിളിക്കുന്നത്. അതെ. ഓ, ഒരാളിവിടെ വെട്ടിയടിക്കുന്ന കണ്ടോ? ചുമ്മാ ഇടി കഴിക്കുന്നത് തന്നെ വെട്ടിയടിക്കുന്നത്. കുഞ്ഞാവ കഴിച്ചോടാ. ക്യൂട്ടി ബ്യൂട്ടി. സ്ട്രോബെറി എല്ലാം തീർന്നു. എഗ് ഇപ്പോഴും ഇവിടെ ഇരിക്കും. അന്നേരം അപ്പം എങ്ങനെ രാവിലെ നാളെ എഴുന്നേറ്റ് ഒരു വീഡിയോ ചെയ്താലോ? രാവിലെ എഴുന്നേറ്റ് ഫുഡ് ഉണ്ടാക്കി ഇവിടെ കാര്യമില്ല ചെയ്യും. നാളെ പാൻ കേക്ക് ഉണ്ടാക്കി യൂട്യൂബ് വീഡിയോയും. ഇവിടെ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോഴാണ് അതൊക്കെ നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനാണെങ്കിൽ ഇതെല്ലാം ചെയ്തു എൻ്റെ കാര്യം. ഞാൻ വന്നപ്പോ തൊട്ട് കൊച്ചിനെ എൻ്റെ തന്നിട്ട് എന്നാ ചെയ്തോന്നും പറഞ്ഞ് തന്നേക്കുമല്ലേ. എന്നിട്ട് ചെയ്തോ? അവൾ എൻ്റെ അടുത്തൊന്ന് ഇണങ്ങി ചേരട്ടെ. അല്ല, ഞാൻ പറയുന്ന കുറച്ചൊക്കെ അനുസരിക്കുള്ളൂ. 10 കൊല്ലം എടുത്തില്ലേ നിന്നെ ഒന്ന് ഇണക്കി ചേർക്കാൻ. എന്നിട്ടും പലതും അനുസരിക്കാനില്ല. അത് വേറെ. അത് ക്രോമായിട്ട് ബ്രാക്കറ്റ് ക്രോമായി അല്ല, കോമയിട്ട് ബ്രാക്കറ്റിലിടണം. പക്ഷെ എന്നാലും ചില 10-13 കൊല്ലം ആവാൻ പോകും. കൊല്ലം കൂടുന്തോറും അനുസരണ കുറഞ്ഞു വരും. ഓഹോ, എന്താ അനുസരിക്കണേ ഇപ്പൊ? അയ്യോ സിൻസി, ഞാനൊരു കോമഡി പറഞ്ഞത് മനസ്സിലായില്ല. കുക്കിക്ക് മനസ്സിലായി. കുക്കി ചിരിക്കുന്നുണ്ട്. അമ്മായി കോമഡി ഒന്നും മനസ്സിലാവത്തില്ല. കുക്കിക്ക് മനസ്സിലായല്ലേ? കഴിച്ചേ. കുക്കി റൈറ്റ് ഹാൻഡ് കൊണ്ട് കഴിക്കണം കേട്ടോ. റൈറ്റ് ഹാൻഡ് ഏതാ കുക്കിയുടെ? ഈ കൈ. ഗുഡ്. ഞം വെച്ചേ.
ചീസ് അതിൽ ചീസ് ഒട്ടിയിരിക്കുക. അതുകൂടെ അങ്ങ് വെച്ചോ. ഓക്കെ, അതുകൂടെ അങ്ങ് വെച്ചോ. എടാ മുട്ട മാറ്റി ചീസ് മാത്രം തിന്നു. ഇങ്ങനെ ഇരിക്കുന്നു. ഡാഡായുടെ അതിബുദ്ധി നീ കണ്ടുപിടിച്ചല്ലേ. കഴിച്ചോ അതങ്ങനെ കഴിച്ചോ. അതങ്ങനെ കഴിക്കാം. അത് ചീസാ, ഫുൾ ചീസാ. പോട്ടെ ഒരു തരി മുട്ട വരെ അവളെടുത്ത് മാറ്റി. നിന്നെ ഉണ്ടല്ലോ. സാധാരണ അവൾ മുട്ട തിന്നുന്ന കുഴപ്പമില്ല, അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തിന്നട്ടെ. ചീസ് കയ്യിലൊട്ടിപ്പോയത് വരുന്നില്ല. അതൊക്കെ അവൾ തിന്നും. ഇപ്പൊ എവിടെ ഒട്ടി? ഓക്കെയുടെ കവളിലൊട്ടി. എന്നെ പറ്റി എന്തെങ്കിലും സിൻസി 5 വാക്ക് പറയാനുണ്ടോ? ഇല്ലേ? സിൻസി എന്ന് പറയുന്ന നല്ലൊരു സിൻസിയാണ്. പിന്നെ സിൻസി ചെയ്യുന്നതെല്ലാം സിൻസിക്ക് ഇഷ്ടമുള്ളത് പോലെ. സിൻസി നല്ലൊരു മമ്മയാണ്. ഭയങ്കര ക്ഷമ വേണം കേട്ടോ. എനിക്കില്ലാത്ത സാധനം അതാണ്. സിൻസിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ആ ക്ഷമ ഗുണം ചെയ്യും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കും, ഇല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. നല്ലൊരു ദാമ്പത്യ ജീവിതത്തിനും സമാധാനത്തിനും വാക്കുകൾ സൂക്ഷിച്ച് കണ്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അല്ലേ ഓക്കെ. ഇപ്പൊ കുക്കിയുടെ കാര്യം ഇരിക്കട്ടെ. കുക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിജോയുടെ കാര്യം പറയാം. ഇപ്പൊ ഡിജോയ്ക്കെല്ലാം അങ്ങ് വെച്ച സ്ഥലത്തിരിക്കണം. പെർഫെക്ഷനിസ്റ്റ്. ഈ കൊച്ച് ഉണ്ട്. കൊച്ചിൻ്റെ ഈ ഡ്രാമയുടെ ഇടയ്ക്കൂടെ എല്ലാം വെച്ച സ്ഥലത്തിരിക്കണമെന്ന്. നടക്കുന്ന കാര്യം വല്ലതും പറ. ഞാൻ നടത്താറുണ്ടല്ലോ കേട്ടോ. ഞാൻ വെക്കാറുണ്ട് ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ. ഇന്നലെ നമ്മൾ എന്തിനു അടി ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാം. ചിക്കൻ്റെ പാത്രം. ചിക്കൻ ഞാൻ ചൂടാക്കാൻ പോയി. പാൻ കഴുകി ഞാൻ ചിക്കൻ എടുത്തിട്ടു. ഇഷ്ടപ്പെട്ടില്ല. അത് ശരിയായില്ല, വലിയ വിഷയം പോയി. അപ്പൊ എന്താ പറ്റി? അപ്പൊ ഡിജോ കുക്കിയെ പിടിച്ചോണ്ടിരിക്കുക. അപ്പം ഡിജോ പറഞ്ഞു, നീ കുക്കി അങ്ങ് മേളിൽ കൊണ്ടുപോ, ഞാൻ എടുത്തോണ്ട് വരാം ചിക്കൻ. അപ്പം അതെടുത്ത് ആ ഒരു ബോക്സിന്റെ അടപ്പ് തുറന്ന് അവിടെ എന്നോട് മേലോട്ട് പോകാൻ പറഞ്ഞോണ്ടാ ഞാൻ പോയത്. അപ്പൊ ഡിജോ പറയാ, ഇതിന്റെ പാത്രത്തിന്റെ അടപ്പ് എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന്, ഇങ്ങനെ തുറന്നിരിക്കുന്നേ. ചിക്കൻ എടുത്ത് തുറന്ന് പാനിലിട്ടതിന് ശേഷം കാസറോൾ അടച്ചു വെച്ചില്ല, ആ കാസറോള് കഴുകാനുള്ളതാണ്, അടച്ചവിടെ വെക്കാനുള്ളതല്ല. അത് ശരി എൻ്റെ ഭാഗത്ത് പറ്റി അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒരു പാത്രം അല്ലെങ്കിൽ കണ്ടാൽ എന്താ, അതെടുത്ത് അങ്ങ് കഴുകി വെച്ചുകൂടെ, എടുത്ത് അടച്ചങ്ങ് വെച്ചുകൂടെ. വെച്ചായിരുന്നല്ലോ പിന്നീട്. ഓക്കെ, എഗ് മതിയോ? That's all for today. Have a nice day. കുക്കിക്ക് വല്ലതും പറയാനുണ്ടോ അതിനകത്ത്? കുക്കിക്ക് വല്ലതും പാത്രം എന്താ അടയ്ക്കാത്ത, അലമാരി എന്താണ് അടയ്ക്കാത്ത എന്നുള്ള ഈ ചോദ്യങ്ങൾ പാടില്ല. പാടില്ല ഗായ്സ്, പാടില്ല. ചിലപ്പോ തുറന്ന് കിടക്കും. അതെ, തുറന്നിട്ടേക്കും. നമ്മളത് കണ്ടാൽ നമുക്ക് വേണേൽ നമ്മളങ്ങ് അടച്ചേക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ചോദിക്കാൻ പോയേക്കരുത്, എന്നാ തീർന്നു. പക്ഷേ സിൻസി ഒന്ന് അടയ്ക്കാവും, ഇഞ്ചി ആ പാത്രം ഒന്ന് അടയ്ക്കാവും എന്ന് ചോദിച്ചാൽ ഞാൻ അടയ്ക്കും. ഒന്ന് മാറിത്തരാവോ? ഇല്ല. കണ്ട എന്താ ചെയ്തത്? എനിക്കറിയാം നിങ്ങളത് പറയാം. ഞാനിവിടെ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെന്താണ് ഇവിടെ ഇരിക്കുന്നത്, ഈ പാത്രം എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ആ പാത്രം അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായോ? ഓക്കെ.
Okay, that's all for today. Yes, signing off. Bye bye. കൊച്ച് അയ്യോ ഓട്ടട വെക്കാൻ വെള്ളം കുടിച്ച് നിറകേക്ക്. That's all for today. കുക്കി ബൈ പറഞ്ഞേ. ഉമ്മ കുത്തിരി 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 കുച്ചി. ബൈ കുത്തിരി കുത്തിരി കുത്തിരി. പോയി. എങ്ങനെ മമ്മ പോവും, അതുകൊണ്ട് കുക്കി പെട്ടെന്ന് കഴിക്കും. എന്നെ പറ്റി 2 വാക്കും കൂടെ നല്ലത് പറയാനുണ്ട്. 3 പറഞ്ഞു. നല്ലതുണ്ടോ പറയാൻ? പറയണല്ലേ, കുറച്ച് സമയം വേണം. 13 വർഷം പോരെ, കുക്കി 12.5. മമ്മ നല്ല മമ്മയല്ലേ, ക്യൂട്ടി മമ്മയല്ലേ. എഗ് ചീസ് അല്ല, ഇഷ്ടപ്പെട്ടില്ല. സെൻസി എന്ന് പറയുന്നത് നല്ലൊരു സെൻസിയാണ്. എന്റെ നല്ല കാര്യങ്ങൾ 2 പറയാൻ. അല്ല കുക്കീനെ നോക്കുന്നുണ്ട് ഗൈസ്, കുക്കീനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഞാനിവിടെ ഇല്ലാത്ത എല്ലാ കുറവുകളും കുക്കീനെ നോക്കി നികത്തിയിട്ടുണ്ട് സെൻസി മമ്മ. അതുകൊണ്ട് തന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, തിന്നാൻ ട്രെയിൻ ചെയ്തു. അതെ, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. കാക്ക, പൂച്ച, ബൗബു അല്ലേ കുക്കി. പിന്നെ ഇവിടെ വന്നു സെൻസി എല്ലാം നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്. എൻ്റെ അടുത്ത് വന്നിട്ട് സാധാരണ അങ്ങനെയൊന്നും ചെയ്യാത്തതാണ്. എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ കളമ്പ എന്ത് ചെയ്യണം. നിങ്ങൾ എന്നെ ആക്കുവാണോ അതോ നല്ല കാര്യം പറയുവാണോ? എന്നാ ശരി, ഞാൻ പാസ്, നീ പറ. എന്ത് നല്ല കാര്യം? അതിന്റെ ഒരു വീഡിയോ തന്നെ എടുക്കണം. എഗ് ഉണ്ട്, വേറെ വീഡിയോ, ചീസ് ഉണ്ട്, ചീസ് പറയണില്ലേ. ഇന്ന് സൺഡേ. സൺഡേ എന്താ ദിവസം? സൺഡേ. നമ്മൾ എപ്പോഴും രാത്രിയിലാണ് പോകുന്നത്. എനിക്ക് വെട്ടം വിളിച്ചുള്ളപ്പം പുറത്തു പോകണമെന്ന് പറഞ്ഞു. ഇന്ന് പള്ളിയിൽ പോണം. പിന്നെ അത് കഴിഞ്ഞ് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. സ്കൂൾ ഫ്രണ്ടിന്റെ ഒരു റിസപ്ഷൻ ഉണ്ട്, അത് രാത്രി വൈകുന്നേരം പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ പോകാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വെട്ടം വിളിച്ചുള്ളപ്പോ രാവിലെ പുറത്തിറങ്ങുന്നത്. ഇവിടെ ഇതുവരെ വന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഇറങ്ങി ആകെ ഒരു വട്ടം ബാപ്റ്റിസത്തിൽ. അല്ല, അത് കഴിഞ്ഞിട്ട് വേറെ ഷോപ്പിങ്ങിന് പോയി. അത് എവിടെ പോയായിരുന്നു? ചാല, ഗോൾഡ്, ചാല അതിനൊക്കെ പോയി. അത് സാധനം വാങ്ങിക്കാൻ ഞാൻ കൊണ്ടുപോകാതിരുന്നിട്ടൊന്നുമില്ല, കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ആ സമയത്ത് കാർ ഉണ്ടായിരുന്നു. ഇപ്പം കാറൊന്ന് സർവീസിന് കയറ്റി, അതിന് കിട്ടിക്കഴിഞ്ഞിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം എൻജോയ്മെൻറ്റ് വേണം, വെട്ടവും വെളിച്ചവും വേണം. ഞാൻ പറഞ്ഞ ടെറസിലുണ്ട് ഇഷ്ടം പോലെ വെട്ടമുണ്ട്, വെളിച്ചമുണ്ട്, ശുദ്ധവായു. പൊക്കോട്ടെ, പോയി നിന്നോട്ടെ. എന്താ പറയാ, എനിക്ക് എൻജോയ്മെന്റ് വേണം. മമ്മ നീ ഇതെവിടെ ഇറങ്ങി? 45 ദിവസം നീ ഇതെങ്ങോട്ടാ പോകുന്നത്? അയ്യോ, നീ എങ്ങോട്ടാ പോകുന്നത്? അയ്യോ, തള്ളിക്കളയോണ്. ദൂരെ പോണോ? എൻജോയ്. വെള്ളം 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 വന്നേ 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 വന്നേ. എവിടാ കുക്കി നടക്കുന്നേ? വന്നേ, പിടിച്ചേ പിടിച്ചേ. ഇങ്ങോട്ട് വേണം. ഇല്ല, അവക്ക് ആരും പിടിക്കണ്ട. ശരിക്കും മുഖം ഇടിച്ച് വീഴും കേട്ടോ, നീ വിടല്ലേ.
കൊല്ലില് നടന്നാലും മുഖമൊക്കെ ഇടിച്ചു വീഴുന്നൊക്കെ സെയിം ആയിരിക്കും. നടന്ന് പഠിക്കണം. നീ വഴക്ക് പറയുവാണോ? അങ്ങോട്ട് പോവാം. ആടിനെ കൊക്കി കഴിക്കാൻ കൊടുത്തായിരുന്നു. ആ കൈയിരിക്കുന്ന കൊടുക്കാവോ? ആടിന് ആടിന്റെ പാത്രത്തിൽ തിന്നാൻ കൊടുക്കാം. കൊടുക്കാവോ? അയ്യോ അവിടെ ഒന്നും പറയണ്ട, അതിന് ആടിനുള്ളതാ. ഇങ്ങനെ 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 തട്ടിയേ മതി മതി. കുക്കി ഇത് ഇലയൊക്കെ പിച്ചി പറിച്ച് അവിടെ വഴക്ക് പറയും കേട്ടോ. കുക്കി ഇതാരാന്നറിയാവോ? ഇതാരാ ഇത്? ആട് ആട് വേറെ അല്ലേ? അങ്ങോട്ട് പോ. സബ്ജക്ട് ലോസ്റ്റ്. ഒന്നുകൂടെ സബ്ജക്റ്റിനെ കണ്ടുപിടിച്ച് കൊടുക്കും. എല്ലാത്തിലും മുള്ളുണ്ടോ നോക്കണേ. അത് നീ കണ്ടോ? ഞാൻ കേട്ടില്ല. ഓ പിന്നെ ഇങ്ങോട്ട് വാ, ഇവിടെ കൂടെ കയറാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അളകാപുരി കൺവെൻഷൻ സെൻറ്ററിലാണ്. എൻ്റെ സ്കൂളിൽ പഠിച്ച, ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂള് സെൻറ്റ് ജോസഫ്സ് ആണ്. അവിടെ ഞങ്ങൾ ഒരുമിച്ച് +1 +2 ഒരുമിച്ചാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. അപ്പം പുള്ളിയുടെ കല്യാണമാണ്. നിഖിൽ എന്നാണ് പേര്. ബ്രൈഡിൻ്റെ പേര് മാനസി എന്നാണ്. അപ്പം നമ്മൾ നേരെ പള്ളിയിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് എൻ്റെ ഫ്രണ്ട് ജിംസി വന്ന് ഞങ്ങളെ പിക്ക് ചെയ്ത് കാറിൽ കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കുക്കി ഉറങ്ങി. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവൻ്റെ കൂടെ കാറിലിങ്ങ് പോന്നു. ഇപ്പം സിൻസി ഇപ്പം ഈ ക്യാമറ ആക്ച്വലി പഠിക്കുന്ന ഘട്ടത്തിലാണ്. കാരണം അത് ഉപയോഗിക്കാനായിട്ട് കുറച്ച് പാടാണ്. അതുപോലെ സിമ്പിളുമാണ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് പഠിക്കുന്ന ഒരു ടൈമിലാണ്. പിന്നെ ഫുഡിൻ്റെ കൗണ്ടറിൽ പോയി നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡൊക്കെ എടുത്ത് കുക്കി ആ സമയത്ത് എൻ്റെ കയ്യിലിരിക്കുക. നല്ല ഉറക്കമാണ്, നല്ല ഒച്ചയും ബഹളവും പാട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും
കുക്കി നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്നൊന്നും എഴുന്നേക്കത്തില്ല. എന്നെപ്പോലെ സൗണ്ട് കേട്ട കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങിക്കൊള്ളും. എനിക്കാണെങ്കിൽ പാട്ടൊക്കെ കേട്ടാലേ പെട്ടെന്ന് ഉറക്കം വരത്തുള്ളൂ. പാട്ടല്ലെങ്കിൽ കഥയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേട്ട് കേട്ട് കിടന്നാലേ ഞാൻ ഉറങ്ങത്തുള്ളൂ. എനിക്ക് ഒച്ചയും ബഹളമൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുക്കി എഴുന്നേറ്റു. അതിനുശേഷം പുള്ളിക്കാരിക്ക് എന്താ കുക്കി എവിടാന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല, ഉറക്കച്ചടവാണ്. പക്ഷെ എന്നാൽ പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈക്ക് അല്ലാന്നുണ്ടെങ്കിൽ അവള് കരയാനൊക്കെ തുടങ്ങും. ഇത് അവള് തന്നെ എന്താ സംഭവം, ഇതിപ്പോ ഞാൻ എവിടാ എന്നുള്ളൊരു എന്താ അപ്രതീക്ഷിതമായി കണ്ണു തുറന്നപ്പോൾ ഞാൻ ഏതോ ലോകത്തുള്ളതുപോലെ. കാരണം ഇഷ്ടംപോലെ ആളുകൾ, പാട്ട്, ബഹളം, അവിടെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു ബേബീസ് ഒക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും കുക്കി ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ പാട്ടും കൂടെ കേട്ടപ്പം അതിനനുസരിച്ച് കളിക്കാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം പുള്ളിക്കാരനെ പോയി കണ്ടു, സ്റ്റേജിൽ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി. കാരണം ജിംസിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയായിരുന്നു. അവന് വേറെ പണിയുണ്ട്. ഞാൻ പിടിക്കണം. അങ്ങനെ നമ്മളിവിടെ കനകക്കുന്നിൻ്റെ ഓപ്പോസിറ്റിലുള്ള പാർക്കിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് എക്സർസൈസിങ്ങിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മളിനി കുക്കിക്ക് കളിക്കാൻ പറ്റിയ ഐറ്റംസ് നോക്കി പോകണം. കുക്കി കളിക്കണോ? നമുക്ക് നടക്കാം. ചേച്ചിയുണ്ടോ അവിടെ? വേണ്ട, പിടിക്കണ്ട അല്ലേ? കൈയൊക്കെ തട്ടി മാറ്റുമോ? അതിനൊക്കെ പേടിയൊന്നുമില്ലേ? ഇവിടെ എന്താ രണ്ട് കല്ലുകൾ? പുറത്തിരുന്നാ പോരെ? വേണ്ട. നമ്മളിപ്പോൾ കുക്കിക്ക് കുറച്ച് ബന്ന് കൊടുക്കാൻ വന്നേ. കുക്കിക്ക് ഇപ്പം ഇവിടെ പോകണം, ബോള് കളിക്കുന്നത്. ഇപ്പം എന്തോ ചെയ്യും? കാണാൻ മക്കൾക്കുണ്ട്. തറയിൽ കിടക്കുന്ന കല്ല് അങ്ങനെ നമ്മൾ ഇപ്പം മ്യൂസിയത്തിലോട്ട് നടക്കുവാണ്. നമ്മളിന്ന് പള്ളിയിൽ പോയി, അത് കഴിഞ്ഞിട്ട് ഇതോടെ ഫ്രണ്ടിലൊരു റിസപ്ഷന് പോയി, അത് കഴിഞ്ഞിപ്പം ഇവിടെ പാർക്കിൽ വന്നു. അവിടെ നിന്ന് വീട്ടിലോട്ട് വിളിച്ചു, പപ്പായും മമ്മയും ചേച്ചി എല്ലാവരെയും ഒന്ന് വിളിച്ചു.
അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ എക്സ്പോയിൽ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ എക്സ്പോയിൽ ഇത്തിരി ടൈം എടുക്കും. അപ്പം കുക്കിക്ക് ഫുഡ് കൊടുക്കണം. സോ പിന്നെ വരാമെന്ന് വിചാരിച്ചു. ഇനി നേരത്തെ ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം നമ്മൾ മ്യൂസിയത്തിൽ പോവാണ് കേട്ടോ. അടിപൊളി ലൈറ്റ്, സൂപ്പർ ലൈറ്റിങ്. ക്യൂട്ടി ബേബി ആണല്ലേ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിനകത്തൂടെ കയറി നടക്കുകയാണ് ഗൈസ്. നടക്കുകയാണ്. ക്ലിപ്പിരിക്കും കേട്ടോ ഉണ്ടെങ്കിൽ. അതിനെ ശംഖുമുഖത്ത് കറക്റ്റ് ബീച്ചിൽ കൊണ്ടുപോകണം, മനസ്സിലായോ? അപ്പം കാല് വെക്കുമ്പോ കുഴിഞ്ഞങ്ങ് പൊക്കോളൂ. इस अवसर पर उपस्थित बिहार खेल प्राधिकरण के महानिदेशक रविंद्रन शंकरन ने इसे ऐतिहासिक क्षण बताया। पहली बार 2 गिनेस बुक ऑफ वर्ल्ड रिकॉर्ड्स बिहार में आज हुआ है। एक है दुनिया का सबसे मधुबनी पेंटिंग सारे महिला मिलकर बनाए हैं, और दूसरा बोधगया में कल शाम में बाल लामा प्रख्यात अंतरिक्ष वैज्ञानिक इसरो की पूर्व सदस्य डॉक्टर कस्तूरी रंगन की वैज्ञानिक को श्रद्धांजलि दी। ഇതാണ് മ്യൂസിയം അല്ലേ? മ്യൂസിയം എന്ന് പറയുന്ന മ്യൂസിയമാണ് ഇത്. കുക്കി ഗൈസ്, കുക്കി ഗൈസ്, കുക്കി എന്തോ ഇവിടെ നടക്കുന്ന ഇവിടെ നടക്കട്ടെ, അടുത്തട്ടെ. ഇങ്ങോട്ട് വാ വാ. നിന്നാ നിപ്പില്ല, ഡയറക്ഷൻ മാറ്റുന്നത്. ഇതെന്താണിത്? ഒരു ഡയറക്ഷൻ അങ്ങോട്ട് മാത്രം, വൺ വേ ഡയറക്ഷൻ മാറുന്നുണ്ട്. എത്ര സ്പീഡ് വേണ്ട നോക്കി. ഫ്രണ്ടിലോട്ട് ആഞ്ഞാഞ്ഞ് വരുവാണുള്ളത്. ഇപ്പം ഈ കാലാദ്യം വെച്ചാൽ മതി കേട്ടോ. ബോഡി ആദ്യം കൊണ്ടുപോകണം. ഇൻഡോർ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്, മാറ്റുള്ളത്. ഇതോ ഇവിടെ കേറാൻ പറ്റത്തില്ല. ചേടാ അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല, കേറാൻ പാടില്ല. ആ അങ്ങനെ കുക്കി നമ്മളിവിടെ ഒരാളെ നടത്തിക്കുകയാണ് ഗൈസ്, നടത്തിക്കുകയാണ്. ബോബുവിനെ കാണണോ? ലയനെ കണ്ടില്ലേ? താഴോട്ട് നടക്കാം, താഴോട്ട് നടക്കാം. എന്തോ അതിന്റെ ഇടയിലൊക്കെ പിച്ചുന്നേ. ഓ ലയൻ അങ്ങനെ ഒന്നും ചെയ്യല്ലേ, ആവല്ലേ. ദൂരെ പോലെ ഓക്കെ.